ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്കായിട്ട് അവതരിപ്പിച്ച ഒരു സൂപ്പർ ആപ്പാണ് റെയിൽ വൺ ആപ്പ്. നമുക്ക് മുൻപ് റെയിൽവേയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായിട്ട് പല ആപ്പുകളായിരുന്നു. നമ്മൾ പല ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. റെയിൽ വൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പുതിയ സൂപ്പർ ആപ്പ് ഒരെണ്ണം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അതുവഴി ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അൺറിസർവ്ഡ് ആയിട്ടുള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റേഷനിൽ പോകാതെ തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് ട്രെയിനിലെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി ഫുഡ് ഓർഡർ ചെയ്യാം. പിന്നെ നമുക്ക് ലൈവായിട്ട് ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് അറിയാം. അതേപോലെ തന്നെ ട്രെയിനിൻ്റെ ഓരോ സ്റ്റേഷനിൽ വരുന്ന ഒരു ടൈം ടേബിൾ അറിയാം. പിന്നെ PNR സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് പ്ലാറ്റ്ഫോം കോച്ച് പൊസിഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ആപ്പിൽ ലഭ്യമാണ്. ഇൻക്ലൂഡിങ് നമുക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് സമയം കളയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൽ തന്നെ നമുക്കൊരു സെക്ഷനുണ്ട്, ആ ഒരു സ്ട്രീമിംഗ് സെക്ഷൻ. അതുവഴി നമുക്ക് സിനിമ കാണാം. അങ്ങനെയുള്ള പ്രോഗ്രാംസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടു ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുൻപ് നമുക്ക് റെയിൽ മാറ്റ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഒഴിവാക്കാം. ഈ ഒരു ആപ്പിൽ തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം, അത് ട്രാക്ക് ചെയ്യാം. അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇതിനെ സൂപ്പർ ആപ്പ് എന്ന് അവർ വിശേഷിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ഈ ഒരു റെയിൽ വൺ ആപ്പിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ സൈസ് കുറവാണ്, ആപ്പിൻ്റെ സൈസ് കുറവാണ്. അതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒഴിവാക്കാം. മുൻപ് ട്രെയിൻ ട്രാക്ക് ചെയ്യുന്ന ഒരു ആപ്പ്, അതുപോലെ തന്നെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ആപ്പ്, ഇനിയിപ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള കോച്ചസ് ബുക്ക് ചെയ്യാനാണെങ്കിൽ അതിന് വേറൊരു ആപ്പ്, അങ്ങനെ കുറേ അധികം ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കി നമുക്കൊരു സിംഗിൾ ആപ്പിൽ നമുക്ക് ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റെയിൽവേയുടെ മുൻപത്തെ ആപ്പൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ വെബ്സൈറ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വളരെ അട്രാക്റ്റീവാണ്. ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ലാഗോ കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. പിന്നെ ട്രെയിൻ ലൈവായിട്ട് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. ഇനിയിപ്പോൾ അത് നെഗറ്റീവായിട്ട് പറയാനുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൽ ചില സമയത്തൊക്കെ, അതായത് പീക്ക് ടൈമിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഡിലേ വരുന്നുണ്ട് നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ലോഡ് ആക്കാനൊക്കെ ആയിട്ട്. സോ അതൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ആയിട്ട് പറയാനുള്ളത്. അതൊക്കെ അടുത്ത അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സോൾവ് ആകുമായിരിക്കും. എന്തായാലും നല്ലൊരു ആപ്പാണ് ഈ ഒരു റെയിൽവേയുടെ സൂപ്പർ വൺ ആപ്പ്. ട്രെയിൻ യാത്രയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒറ്റ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു യാത്രയിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പ് വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു റെയിൽവേയുടെ ഈ ഒരു റെയിൽ വൺ എന്ന് പറയുന്ന സൂപ്പർ ആപ്പ് കുറച്ചുകൂടി വിശദമായിട്ട് പരിചയപ്പെടാം. ലൈവായിട്ട് ഒരു ആപ്പ് നോക്കാം. ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് റെയിൽ വൺ ആപ്പിൻ്റെ ഹോം സ്ക്രീൻ. നീറ്റ് ആയിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് ആണ്. നമുക്ക് ഹോം പേജിൽ മുകളിലായിട്ട് ഫസ്റ്റ് ഓപ്ഷൻ റിസർവ്ഡ് ആണ്. ഈ ഒരു കാറ്റഗറി വഴി നമുക്ക് ടിക്കറ്റ് നമുക്ക് റിസർവ് ചെയ്ത് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫ്രം ലൊക്കേഷൻ ടു ലൊക്കേഷൻ, അതുപോലെ ഡേറ്റ്, ഏത് ക്ലാസ്സിലാണ് നമുക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യേണ്ടത്, കോട്ട ജനറൽ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോട്ടയിലുള്ള ടിക്കറ്റ് ആണോ, പിന്നെ അതർ ഓപ്ഷൻസ്, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കൺസെഷൻ ആണോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതർ ഓപ്ഷൻസ് സെലക്ട് ചെയ്യണമെങ്കിൽ അതും സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി തന്നെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ടിക്കറ്റ് നമുക്ക് ഇതുവഴി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് ഇപ്പോൾ ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നോർമൽ ടിക്കറ്റ് ആണ്. അത് നമുക്ക് സ്റ്റേഷന് വെളിയിൽ നിന്നാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഫ്രമും ടൂവും നമ്മൾ എൻട്രി ചെയ്ത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു QR കോഡ് കാണും, അത് സ്കാൻ ചെയ്യണം. ഇവിടെ സോഴ്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു QR കോഡിൻ്റെ ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എത്തിയ ഒരു സ്റ്റേഷനിലെ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ സീസണൽ ടിക്കറ്റും എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഫ്രമും ടു ലൊക്കേഷനും എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ആപ്പ് വഴി തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു സീസൺ ടിക്കറ്റ് എടുക്കാം. അതുപോലെ തന്നെ സീസൺ ടിക്കറ്റ് റിന്യൂ ചെയ്യാം. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസും ഈ ഒരു റെയിൽ വൺ ആപ്പിലുണ്ട്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാനല്ലാതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. അതിനായിട്ട് നമ്മൾ അവിടെ പോയി ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട, നമുക്ക് ഈ ടിക്കറ്റ് ഈ ഒരു ആപ്പ് വഴി തന്നെ എടുക്കാം. അതും നമുക്ക് സ്റ്റേഷന് വെളിയിലാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വഴി എടുക്കാം. ഇനിയിപ്പോൾ
സ്റ്റേഷനിൽ എത്തിയാണെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ആപ്പ് വഴി തന്നെ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റു ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഓപ്ഷനാണ് സെർച്ച് ട്രെയിൻ. നമുക്കൊരു ട്രെയിൻ നമുക്ക് സെർച്ച് ചെയ്യാം. അത് ട്രെയിനിൻ്റെ പേര് വെച്ചോ ഇല്ലെങ്കിൽ ട്രെയിൻ നമ്പർ വെച്ചോ നമുക്ക് സെർച്ച് ചെയ്യാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ട്രെയിനിൻ്റെ പേര് അടിച്ചു, എന്നിട്ട് ഷെഡ്യൂൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രെയിനിൻ്റെ ഷെഡ്യൂൾ നമുക്ക് കിട്ടും. ഏതൊക്കെ ദിവസമാണ് അത് ഓടുന്നത്, എവിടെ തൊട്ട് എവിടം വരെയാണ് പോകുന്നത്, ഏതൊക്കെ സ്റ്റേഷനിൽ എത്ര മണിക്ക് എത്തും, അതുപോലെ തന്നെ അതിൻ്റെ കിലോമീറ്റർ, എത്ര മിനിറ്റ് ആ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ നിർത്തും, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും ട്രെയിനിൻ്റെ ഒരു ഷെഡ്യൂൾ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രമും ടൂവും കൊടുത്ത് ആ ഒരു റൂട്ടിൽ ഓടുന്ന ട്രെയിനിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കണ്ടെത്താം. ആ ഒരു പർട്ടിക്കുലർ ട്രെയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷെഡ്യൂൾ നമുക്ക് കിട്ടും. പിന്നെ മറ്റൊരു ഓപ്ഷനാണ് PNR സ്റ്റാറ്റസ്. നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ PNR നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാം. പിന്നെ കോച്ച് പൊസിഷൻ അറിയാം, ട്രെയിൻ നമ്പർ, നെയിം, ഇല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ജേർണി സ്റ്റേഷനും ഡേറ്റൊക്കെ വെച്ച് നമുക്ക് ആ ട്രെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയറാൻ പോകുന്ന ആ ഒരു സ്റ്റേഷനിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ കോച്ച് കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു കോച്ച് പ്ലാറ്റ്ഫോമിൽ ഏത് പൊസിഷനിലാണ് വരുന്നത് അതൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ അറിയാം. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ട്രെയിൻ ട്രാക്ക് ചെയ്യാം. നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിൻ നമ്പറോ ഇല്ലെങ്കിൽ ട്രെയിനിൻ്റെ നെയിമോ ഇല്ലെങ്കിൽ ജേർണി സ്റ്റേഷൻ വെച്ചൊക്കെ നമുക്ക് ആ ഒരു ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാം, എവിടം വരെ ട്രെയിൻ എത്തി എന്നൊക്കെ അറിയാം. അതിനായിട്ട് ഇപ്പോൾ ലൈവ് മൈ ട്രെയിൻ പോലുള്ള മറ്റു ആപ്പുകളൊന്നും, തേർഡ് പാർട്ടി ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ഈ ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് ട്രെയിൻ നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു ട്രെയിൻ സെലക്ട് ചെയ്തു, അതിൻ്റെ കറണ്ട് മൂവ്മെൻറ്റ് ലൈവായിട്ട് അറിയാം, എവിടം വരെ അതെത്തി, അടുത്ത സ്റ്റേഷനിൽ അത് എത്ര മണിക്ക് എത്തും, അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് അറിയാം. സോ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. നമ്മുടെ PNR നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് ആ ഒരു ട്രെയിൻ ആ ഒരു ട്രെയിനിൻ്റെ ഏതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ഏതൊക്കെ സ്റ്റേഷനിൽ നമുക്ക് ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് കാണിക്കും. സോ ഒന്നെങ്കിൽ സ്വിഗ്ഗി ഡെലിവറി പാർട്ണറുണ്ട്, അത് വെച്ച് ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പിസ്സ ഹട്ടൊക്കെ മിക്ക സ്റ്റേഷനിലും അവൈലബിൾ ആയിരിക്കും. സോ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രെയിൻ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ ഫ്രണ്ടിൽ ഫുഡ് എത്തിച്ച് നൽകും. പിന്നെ എന്തെങ്കിലും റീഫണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് നമുക്ക് ഫയൽ ചെയ്യാം, അതിൻ്റെ സ്റ്റാറ്റസ് എടുക്കാം. പിന്നെ റെയിൽ മാഡാഡ് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ലൈക്ക് ഇപ്പോൾ ക്ലീൻ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ഒരു സെക്ഷൻ വഴി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും. വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു ഫീച്ചറാണിത്. പിന്നെ വരുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ ഒരു സ്ട്രീമിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മൂവീസും അതുപോലെ തന്നെ ഷോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനും സാധിക്കും. പിന്നെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബ്ലോഗ്സ് സെക്ഷനാണ് വരുന്നത്. പിന്നെ അതിനകത്ത് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്ക്സ്, ഇത്രയുമാണ് ഹോം പേജിൽ വരുന്നത്. താഴെ നമുക്ക് മൈ ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ അപ്കമിങ് ടിക്കറ്റ് ബുക്കിംഗ്, അതുപോലെ തന്നെ കംപ്ലീറ്റഡ് ആയിട്ടുള്ളതിൻ്റെ ഇൻഫർമേഷൻ, ക്യാൻസൽ ആയതിൻ്റെ ഇൻഫർമേഷൻ, അങ്ങനെ നമ്മുടെ ബുക്കിങ്ങിൻ്റെ ഇൻഫർമേഷനൊക്കെ അവിടെ കിട്ടും. ഇതൊക്കെയാണ് ഈ ഒരു ആപ്പിൽ വരുന്ന ഓപ്ഷൻസ്. സോ വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു ആപ്പാണ് ഈ ഒരു റെയിൽ വൺ ആപ്പ്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി